ഹലോ, എൻ്റെ പേര് ജിജോ. ഞാൻ ടേക്ക് ആൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വന്നിട്ട് പാക്കിംഗ്, ലേബലിംഗ്, ഫില്ലിംഗ് ആൻഡ് കോഡിംഗ് മെഷീൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതെല്ലാം MRP മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ അടിക്കാവുന്ന മെഷീനാണ്. നമ്മളിത് ചെറുകിട സ്കെയിൽസ് ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ലേബലിംഗ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് ഡേറ്റാസും കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മാറ്റർ ഉണ്ടാവും. നമുക്ക് എന്താണ് വേണമെന്നുള്ള മാറ്ററല്ല നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെറൈറ്റി മെഷീൻസ് നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുന്ന അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേർഷനാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത മാറ്റർ നമുക്കിപ്പോൾ നമ്മുടെ MRP ആണോ, എത്ര ഗ്രാമാണ്, പ്രൊഡക്ഷൻ ഡേറ്റ്, എത്ര ഡേറ്റിൽ നമ്മളിത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ നമ്മുടെ പൗച്ചാണെങ്കിൽ പൗച്ചിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് നമുക്ക് അടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ വന്നിട്ട് ഓൺലൈൻ പ്രിൻറ്റേഴ്സാണ്, കൺവേർട്ട് ടൈപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഡെയിലി ഒരു 5000, 6000, 10000 പൗച്ചസ് അടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബണ്ടിലായിട്ട് പൗച്ചസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു വലിയ ഡെവലപ്ഡ് കമ്പനീസ് തന്നെ അവർക്ക് ഡെയിലി ഒരു 5000, 10000 പൗച്ചസ് അടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബണ്ടിലായിട്ട് പൗച്ചസ് വെച്ചിട്ട് നമ്മൾ ഈ കൺവെയറിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ സിംഗിൾ പീസസായിട്ട് പോയിട്ട് നമ്മളിവിടെ മാറ്റർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എവിടെയാണ് നമുക്ക് പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് ഈ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാറ്റർ നമ്മൾ ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് പ്രിൻ്റായിട്ട് വരും. അപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ കൂടുതലുള്ള യൂണിറ്റുകൾക്ക് ആണെങ്കിൽ ഇതായിരിക്കും നല്ല. അല്ലാത്തുള്ളവർക്ക് ചെറുകിട യൂണിറ്റ് സ്റ്റാർട്ടിങ് ആദ്യം കണ്ട വീഡിയോസാണ് നല്ലത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെഷീൻ ലേബലിംഗ് മെഷീൻസാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ബോട്ടിൽസിൽ നമ്മൾ ലേബൽ ഒട്ടിക്കാനായിട്ട് അത് പ്രൊഫഷൻസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടും നീറ്റായിട്ടും നമുക്ക് ബോട്ടിൽ നമ്മുടെ ലേബിൾസ് ഒട്ടിച്ച് കിട്ടും. അടുത്ത് നമ്മൾ ചെറുകിട യൂണിറ്റൊക്കെ വേണ്ടിയിട്ട് ഫുഡ് നമുക്ക് പാക്ക് ചെയ്യാവുന്ന മെഷീൻസാണ്. നമ്മൾ കവറിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൺവെയറിൽ വെച്ച് വിട്ടാൽ മതി. അടുത്ത മെഷീൻ നമ്മുടെ വെയിങ് ഫില്ലറാണ്. നമുക്ക് 10 gram to 100 gram വരെ ചെറുകിട യൂണിറ്റുകൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്രാനുവൽസോ പൗഡർ ഐറ്റംസോ ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ് എത്ര നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 30 gram ഇട്ടേക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 30 gram ആകുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് നിൽക്കും. ഇത് ഡിസ്പെൻസായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബാൻസിലറിൽ വെച്ചിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വാക്യൂം സീലിംഗ് മെഷീനാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഷ്, അതുപോലെ പച്ചക്കറികൾ, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് വാക്യൂം ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ചീത്തയാവുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനകത്ത് വാക്യൂം എടുത്ത് കളഞ്ഞിട്ട് എയർ ടൈനസ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഷെൽ ലൈഫ് വലുതാവും. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെഷീൻ ഇൻഡക്ഷൻ സീലറാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഈ കൂടുതലായിട്ടും അച്ചാറുകളെല്ലാം പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിനാണ്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ വാർഡാണ്. ഇൻഡക്ഷൻ വാർഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക. അപ്പം ലീക്കേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു പ്രൂഫിങ് കൂടി നമുക്ക് കിട്ടും ബോട്ടിലിന്. നമ്മൾ ഇൻഡക്ഷൻ വാർഡ് ഇട്ടിട്ട് ബോട്ടിൽ അടയ്ക്കുക, ജസ്റ്റ് മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അകത്ത് വിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സീലിംഗ് കിട്ടും. അപ്പോൾ ഇതാരും പൊട്ടിച്ചിട്ടുണ്ടാവില്ല, കേടുകൂടാതെ ഇരുന്നോളും, അതിൽ ലീക്കേജ് ഉണ്ടാവില്ല. ഇപ്പോൾ കൂടുതലുമായിട്ട് അച്ചാർ യൂണിറ്റിലെല്ലാം ഈ ടൈപ്പ് പാക്കിംഗ് ആണ് ചെയ്യുന്നത്. അടുത്ത മെഷീൻ വന്നിട്ട് നമ്മുടെ കാട്ടൺ സീലറാണ്. അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട്, എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാട്ടൻ്റെ അകത്തോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ 2 സൈഡ് സീലിംഗ് ആയി കിട്ടും, പൊട്ടിക്കിട്ടും കാട്ടൻ്റെ. ഇത് 3 inch വിട്ടുള്ള ടേപ്പാണ് നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മുകളിലും ടേപ്പുണ്ട്, താഴ്ഭാഗത്തും ടേപ്പുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരുപാട് പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോക്സിലോ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോക്സ് അടിച്ചിട്ട് നമ്മൾ ഇതിൽ വിട്ടാൽ മതി. അപ്പോൾ 2 സൈഡ് ഒട്ടി കറക്റ്റായിട്ട് കിട്ടും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് 0 cm തൊട്ട് 60 cm വരെ ഹൈറ്റുള്ള ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിട്ട് നമുക്കൊരു 2.5 അടി വരെ നീളത്തിലുള്ള വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ മെഷീൻ വന്നിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് ഒരു ദിവസം മാക്സിമം ഒരു 5000, 6000 പൗച്ചസ് നമുക്ക് അടിക്കാനുണ്ടെങ്കിൽ ഇത് മുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ഗ്രാനുവൽസോ പൗഡർ നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ റോൾ ടൈപ്പ് പൗച്ചസാണ് ഇതിലിടുന്നത്. അത് നേരെ ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് എത്ര വെയിറ്റ് ആണോ നമുക്ക് വേണ്ടത്, അതായത് 100 gram to 1 kg നമുക്ക് 500 to 50 gram ഏത് വെയിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് മാല പോലെ വേണമെങ്കിൽ മാല പോലെ വരും, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് നമുക്ക് പർച്ചേസ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത ഗ്രാം ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വെയിൻ ചെയ്ത് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം കണ്ടത് വാക്യൂം ചെയ്യണ മെഷീനാണ്. നമ്മൾ ആദ്യം കണ്ടത് ഗ്യാസ് വിറ്റായിട്ട് നമ്മൾ വാക്യൂം ചെയ്യണം. ഇതിന് നമ്മൾ പരിചയപ്പെടാൻ പോണ മെഷീൻ വാക്യൂം വിത്ത് നൈട്രജൻ ഫില്ലിംഗ് ആണ് മെഷീൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ അല്ല, നമ്മുടെ ഓക്സിജൻ്റെ കണ്ടൻ്റ് എല്ലാം മെഷീൻ സക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിങ്ങിൽ നൈട്രജൻ ഇതിനകത്ത് ഫ്രഷ് ആവും. അപ്പം 3 in 1 ആണ് ഈ മെഷീൻ വരുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് സീലിംഗും വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വാക്യൂം മൊത്തം പോയി നൈട്രജൻ ഫില്ലായിട്ട് നമുക്ക് സീൽ ചെയ്ത് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഈ മെഷീൻ വന്നിട്ട് വെയിങ് ഫില്ലറാണ്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് പൗഡറും ചെയ്യാം, ഗ്രാനുവൽസും ചെയ്യാം അറ്റ് എ ടൈമിൽ.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ വെയിറ്റും കാര്യങ്ങളും നമുക്ക് എത്ര വേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തു. പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വെയിൻ ചെയ്ത് ഇവിടെ ലോഡ് സെല്ലിൽ വന്ന് കിടക്കും. നമ്മളായിട്ട് ഒരു പൗച്ച് അടിയിൽ വെച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു വെർട്ടിക്കൽ ടൈപ്പ് ബാച്ചിൽ ഉണ്ടാവും. അതിലോട്ട് വെച്ച് നമുക്ക് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി വെയിൻ ചെയ്ത് നമുക്ക് തരും. നമ്മളത് ഈ പെഡൽ വഴി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡിസ്പെൻസ് ആവും. ഇല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ സ്വിച്ച് ഉണ്ട്, അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇത് വന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ ബാൻസിലിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മുടെ പൗച്ച് ഇതുപോലെ ഇപ്പോൾ നിറച്ച് കഴിഞ്ഞിട്ട് വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ മെഷീൻ പേസ്റ്റ് ഫില്ലറാണ്. അപ്പോൾ പേസ്റ്റ് ഫില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അരിമാവ്, ദോശമാവ്, അതുപോലെ തന്നെ ബാറ്ററി ഗീ അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലിൽ വേണമെങ്കിൽ ബോട്ടിൽ അല്ലെങ്കിൽ കവറിലോട്ട് നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാവുന്ന മെഷീനാണിത്. അതായത് ബാറ്ററി, അതായത് മാവ്, പേസ്റ്റ് ഫില്ലർ, പേസ്റ്റ് ആയിട്ടുള്ള എന്ത് ഐറ്റംസും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 10 to 100 ml അല്ലെങ്കിൽ 100 to 1 kg നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ന്യൂമാറ്റിക് ഓപ്പറേഷനാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ വെക്കുക, ബോട്ടിലോ പൗച്ചോ വെക്കുക, പിടിക്കുക, അത് കഴിഞ്ഞിട്ട് സീൽ ചെയ്യുക.